സംസ്ഥാനത്ത് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് തർക്കമുള്ള സ്വത്തുക്കളുടെ എണ്ണം 1006. മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവരുമായാണ് തർക്കം കൂടുതൽ. 551 വസ്തുക്കളിൽ മുസ്ലിം ജനവിഭാഗവുമായാണ് വഖഫ് ബോർഡിന് തർക്കമുള്ളത്. ഇതര മതവിഭാഗവുമായുള്ള കേസുകളുടെ എണ്ണം 455. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ വഖഫിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. 1006 എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. മാത്രമല്ല, ഈ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവരുമായാണ് തർക്കം കൂടുതൽ ഉള്ളത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ടല്ലേ? അതുതന്നെയാണ് ഈ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള വാംസി വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഈ വഖഫ് ബോർഡിന് ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1006 സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തന്നെ ഭൂരിപക്ഷവും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഓരോ ജില്ലയിലെയും കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് 16, കണ്ണൂർ 56, വയനാട് 3, കോഴിക്കോട് 87, മലപ്പുറം 53, പാലക്കാട് 41, തൃശ്ശൂർ 61, എറണാകുളം 92, ഇടുക്കി 2, കോട്ടയം 20, ആലപ്പുഴ 38, പത്തനംതിട്ട 6, കൊല്ലം 32, തിരുവനന്തപുരം 44 എന്നിങ്ങനെയാണ് മുസ്ലിം സമുദായവുമായി വഖഫ് ബോർഡിന് തർക്കമുള്ള 551 സ്വത്തുക്കളുടെ എണ്ണം. സ്ഥാവര സ്വത്തുക്കളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. സ്ഥാവര സ്വത്തുക്കളുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ പറയുന്നത്. 1006-ൽ 551 സ്വത്തുക്കൾ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുന്നതാണ് എന്ന മുസ്ലിം സംഘടനകളുടെ അവരുടെ അവകാശവാദത്തിന് മുനയൊടിക്കുന്നതാണ് ഈ കണക്കുകൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായും വഖഫ് ബോർഡിന് തർക്കമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ 551 ഇടങ്ങളിൽ അല്ലെങ്കിൽ 551 സ്വത്തുക്കളിൽ മുസ്ലിം സമുദായവുമായി തർക്കം നിലനിൽക്കുന്നു. ബാക്കിയുള്ള 455 സ്വത്തുക്കളിലാണ് ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങളുമായിട്ട് വഖഫ് ബോർഡിന് തർക്കമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് 52,111 സ്വത്തുക്കളുടെ തൽസ്ഥിതി വിവരങ്ങൾ ലഭ്യമല്ല. അതായത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസുകൾ ഉണ്ടോ, ആ കേസ് ആരുടെ ഉടമസ്ഥതയിലാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നതും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കണക്കാണ്. 52,111 സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി വിവരങ്ങൾ ഈ വാംസി വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമല്ല. ഒരുപക്ഷെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 52,111 സ്വത്തുക്കളിൽ അല്ലെങ്കിൽ അവരുടെ കൈവശം ഇപ്പോൾ ഓരോരുത്തരും വെച്ച് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ നോട്ടീസ് വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ നോട്ടീസുകൾ ഓരോ ആളുകൾക്കും കിട്ടിയതിനെ സംബന്ധിച്ച കണക്കുകളും കാര്യങ്ങളും വാർത്തകളൊക്കെ നമുക്ക് പുറത്തുവിടുന്നത്. ഈ 1006 എന്നതിനെ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ, അല്ലെങ്കിൽ വാംസി വെബ്സൈറ്റിൽ നിന്ന് അതേ നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. അത്രയും കേസുകൾ നിലനിൽക്കുന്നുണ്ട്, ഉടമസ്ഥത സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും 52,111 സ്ഥലങ്ങളിൽ കേസുണ്ടോ അല്ലെങ്കിൽ അതിന്റെ നിലവിലെ സ്ഥിതി എന്താണ്, അതിന്റെ നിലവിലെ ഉടമസ്ഥത എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം 53,330 സ്വത്തുക്കളാണ് ഈ വഖഫ് ബോർഡിന് സ്വന്തമായിട്ടുള്ളത് എന്ന് വാംസി വെബ്സൈറ്റ് പറഞ്ഞു. കേരളത്തിനകത്ത് സ്ഥാവര സ്വത്തുക്കളുള്ളത്, അതായത് കേരളത്തിനകത്ത് സ്ഥാവര സ്വത്തുക്കൾ 53,330 വഖഫ് ബോർഡിനുള്ളത്. അതിൽ 1006ഓളം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. 51,000-ലധികം സ്വത്തുക്കളുടെ തൽസ്ഥിതി വിവരങ്ങൾ ലഭ്യമല്ല. ഓരോ ദിവസവും മുന്നിലേക്ക് പോകുമ്പോഴും പുതിയ പുതിയ വഖഫ് നോട്ടീസുകൾ വരുന്നത് ഇതിന്റെ തൽസ്ഥിതി വിവരങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ വാർത്തകൾ പുറത്തുവിട്ടത് പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ തലമുറകളായിട്ട് കൈമാറി വന്ന സ്വത്തിന് പോലും വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഈ 52,000-ലധികം വരുന്ന സ്വത്തുക്കളുടെ തൽസ്ഥിതി വിവരങ്ങൾ ലഭ്യമല്ല എന്നൊരു കണക്ക് കൂടി പുറത്തു വരുന്നത്. ഇതിലും മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് വാർത്തകളുണ്ട്. കോഴിക്കോട് മുക്കത്ത് നിന്നും മറ്റും നമ്മൾ പുറത്തുവിട്ട വാർത്തകളിൽ ഈ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് വരുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബില്ലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മുസ്ലിം അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, മുസ്ലിം സമുദായത്തിന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു മുസ്ലിം സമുദായം മുന്നോട്ടേക്ക് വെച്ചത്. അതിനെ BJP-യും അല്ലെങ്കിൽ NDA-യും ഒക്കെ പ്രതിരോധിച്ചത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ സമുദായത്തിൽപ്പെട്ടയും ആളുകളുടെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വഖഫ് നിയമം 2014 നിലവിൽ വന്നിട്ടുള്ള വഖഫ് നിയമം. അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ അധികാരങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഭേദഗതിയാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന ഒരു വാദമായിരുന്നു BJPയും NDAയും ഒക്കെ മുന്നോട്ടേക്ക് വെച്ചത്. അവരുടെ വാദത്തിന് ബലം നൽകുന്നതാണ് ഈ കണക്കുകൾ. അതായത് വഖഫ് ബോർഡിന് ഉടമസ്ഥത സംബന്ധിച്ച തർക്കമുള്ളതിൽ കൂടുതൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതാണ് എന്ന കണക്കുകൾ ഈ BJPയുടെയും NDAയുടെയും വാദത്തിനൊക്കെ ബലം നൽകുന്നതാണ്. മുൻപത്തേതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നോട്ടീസുകൾ വരാമെന്ന കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ വഖഫ് ബോർഡിന്റെ ഈ തർക്കമുള്ള കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഇതുമായി പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും വരാം. ഈ 50,000-ലധികം സ്ഥലങ്ങളുടെ തൽസ്ഥിതി വിവരങ്ങൾ എന്താണ് എന്ന് ലഭ്യമായിട്ടില്ല. അതൊക്കെ ലഭ്യമാകുമ്പോൾ അല്ലെങ്കിൽ വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട് എന്ന ആശങ്കയും പങ്കുവെക്കുന്നുണ്ട്. ശരി ഗോകുൽ.